ഹായ്, നഴ്സിംഗ് കോളേജിൽ എല്ലാ ദിവസവും പോയി പഠിച്ചു. തിയറി 80% ഇപ്പോൾ അറ്റൻഡൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഫീൽഡിൽ 100% അറ്റൻഡൻസ് ഉണ്ട്. ലെക്ചർ നോട്ട്സ് എഴുതി ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചു. പക്ഷേ എക്സാം എഴുതിയപ്പോൾ ഉദ്ദേശിച്ച മാർക്ക് ലഭിച്ചില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. സോ വെൽക്കം ടു നഴ്സിംഗ് ഗുരു. സോ ബേസിക്കലി എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതിനുള്ള ഒരു റീസൺ, എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചും അതിൽ എങ്ങനെ ആൻസർ എഴുതണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് +2 ആണ്. +2 കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എൻ്റർ ചെയ്തു അല്ലേ? ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ബോർഡ് ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്, അവർ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്. സോ നമ്മൾ ആ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ആൻസർ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാ, നമുക്ക് റിപ്ലൈസ് നെക്സ്റ്റ് വീഡിയോസിലൂടെ തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? ബയോ സയൻസ് ആണ്. ഇവർ ആദ്യം എഴുതാൻ പോകുന്ന എക്സാം ബയോ സയൻസ് ആണ്. സോ ബയോ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ BSc ഫസ്റ്റ് ഇയർ ആയാലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം, പോസ്റ്റ് BSc സ്റ്റുഡൻസ് ആയാലും കാണുക. അതർവൈസ് നിങ്ങൾ ഏതെങ്കിലും നഴ്സിംഗ് ഫ്രണ്ട്സ് നഴ്സിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ബയോ സയൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ GNMന്റെ ഫസ്റ്റ് എക്സാം വരുന്നത്. ഈ ബയോ സയൻസിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണുള്ളത്? 3 സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്ത ഒറ്റ പേപ്പറാണ് ബയോ സയൻസ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അനാട്ടമി, ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി. ഈ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്, ഒരു പേപ്പർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതാണ് ബയോ സയൻസ്. അനാട്ടമി എന്താണ്? അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡി. സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡി ആണ് അനാട്ടമി. ഓക്കെ, സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കും അനാട്ടമി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ. സോ നിങ്ങളുടെ ഈ 1 ഇയർ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ? നെക്സ്റ്റ് വരുന്ന സബ്ജക്ട് ഫിസിയോളജി ആണ്. ഓക്കെ, ഫസ്റ്റ് അനാട്ടമി, സെക്കൻഡ് ഫിസിയോളജി. ഈ ഫിസിയോളജിയിൽ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഫിസിയോളജിയിൽ. സോ ഇത് നിങ്ങൾക്കറിയാം. തേർഡ് വൺ മൈക്രോബയോളജി. മൈക്രോബയോളജി എന്താണ്? സ്റ്റഡി ഓഫ് മൈക്രോബ്സിനെ കുറിച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്തിനാ പഠിക്കുന്നത്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും, ലൈക്ക് പാരാമെഡിക്കൽ കോഴ്സസ്, MLT സ്റ്റുഡൻസ് എല്ലാവരും പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി. ബിക്കോസ് ഇത് നമ്മുടെ ഒരു മെഡിക്കൽ പ്രൊഫഷന്റെ ബേസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അല്ലെ? സോ മൈക്രോബയോളജി നമ്മൾ മൈക്രോബ്സിനെ കുറിച്ചാണ് പഠിക്കുക. അനാട്ടമിയില് സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡിനെ കുറിച്ചാണ് പഠിക്കുക. ഫിസിയോളജിയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഈ ഫിസിയോളജി നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നു എന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ബയോ സയൻസിൽ ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്? അനാട്ടമി, ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടല് 75 മാർക്കാണ് നമുക്ക് ഉള്ളത്. 75 മാർക്സ് ആണ് നമുക്ക് വേണ്ടത്, മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ 3 മണിക്കൂർ സമയം നമുക്കുണ്ട്. അതിൽ 75 മാർക്കാണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് നേടിയെടുക്കേണ്ടത്. ഓക്കെ, സോ ഈ എക്സാം ഹാളിൽ ചെല്ലുന്ന ഇതിന് കറക്റ്റ് 3 hours അല്ല, അതിനൊരു 15 മിനിറ്റ് അരമണിക്കൂർ മുമ്പ് നമ്മൾ എക്സാം ഹാളിൽ ചെല്ലണം. എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് നൽകും. ഈ ഇൻസ്ട്രക്ഷൻസ്, ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻസർ ഷീറ്റ് ആണ് തരിക. ഓക്കെ, ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ആൻസർ ബുക്ക്ലെറ്റ് ആണ്. ഈ ആൻസർ ബുക്ക്ലെറ്റിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ അത് റീഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് 15 മിനിറ്റോളം ടൈം, ഒരു കൂൾ ഓഫ് ടൈം ആയിട്ട് കിട്ടും, ബെല്ലടിക്കുന്നുണ്ടാവും. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. സോ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക.
ഓക്കെ, ദെൻ ദ സെക്കൻഡ് പേജ് ഇത് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് പേജിനകത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. നമ്മുടെ രജിസ്റ്റർ നമ്പർ, പേര്, സിഗ്നേച്ചർ, ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സബ്ജക്റ്റിന്റെ പേരെല്ലാം. ഓക്കെ, അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യാം. സോ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർ നിങ്ങളുടെ എക്സാമിനേഷന്റെ ഡേയിൽ പറഞ്ഞു തരുന്നുണ്ടാവും. ഇതും പോരെങ്കിൽ അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഓക്കെ, സോ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം എഗെയിൻ നിങ്ങൾക്ക് ടൈം കിട്ടും. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എക്സാം ഡേയിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കാരണം ചിലപ്പോൾ ആദ്യത്തെ എക്സാം ആണ് അല്ലെ, ഈ ബയോ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ എക്സാം ആണ്. അപ്പൊ ഭയങ്കര ടെൻഷൻ കാണും. എങ്ങനെ എഴുതും, പാസ്സാവോ ഇല്ലയോ, ഡിഫിക്കൽട്ട് ആയിരിക്കോ, എനിക്ക് ഡയഗ്രാം വരയ്ക്കാൻ അറിയില്ല, ഇങ്ങനെ ഒത്തിരി 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 കൺസേൺസ് ഉണ്ടാവും. സോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾ ആ ഒരു എക്സാം ഡേയില് ആ ഒരു ദിവസം അത് നിങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്തുക, നിങ്ങളുടേതാണെന്നുള്ള കോൺഫിഡൻസിൽ ഇരിക്കുക. എക്സാമിനെ അപ്പയർ ചെയ്യാൻ നല്ല ധൈര്യത്തോടെ ഇരിക്കുക. ഒന്നും പേടിക്കണ്ട. കാരണം നിങ്ങൾ 1 ഇയറിൽ പഠിച്ചാണ്, നിങ്ങൾ നെസ്ഗുലിന്റെ ആപ്പിൽ നോക്കി പഠിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാകും. ആ കോൺഫിഡൻസ് ഉണ്ടാവുക. ഈ 3 അവേഴ്സിന് മുമ്പുള്ള 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. സോ എക്സാം ഹാളിൽ പോകുമ്പോൾ ചില കുട്ടികളെ കാണാറുണ്ട്, ഈ ഒരു 15 മിനിറ്റ്സിൽ ഭയങ്കര ഹറിബറിയാണ്, അപ്പുറമുള്ള ആളെ വിളിക്കുക, ഇപ്പുറമുള്ള ആൾക്കാരെ വിളിക്കുക, അങ്ങനെ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. പണ്ട് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നിൽക്കണോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഇനി വരുന്ന 3 അവേഴ്സ് നെക്സ്റ്റ് ബെല്ലടിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റീഡ് ചെയ്യാം, ആൻസർ എഴുതി തുടങ്ങാം. പിന്നെ കണ്ടിന്യൂസ് 3 അവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബയോ സയൻസിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഏറ്റവും റീസെന്റ് ആയിട്ട് കർണാടക സ്റ്റേറ്റ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എക്സാമിനേഷൻ ബോർഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻസിന് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോസിൽ പറയും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണുക കേട്ടോ. സോ ഫസ്റ്റ് കർണാടക നഴ്സിംഗ് എക്സാമിനേഷൻ ബോർഡ്. സോ നമ്മളിപ്പോ കേരളത്തിലാണ് പഠിക്കുന്നതെങ്കിൽ കേരളത്തിലും GNR സ്റ്റുഡൻസ് എക്സാം എഴുതുന്ന ഒരു ബോർഡിന്റെ അണ്ടറിലാണ്. BSc സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ഓക്കെ, സോ അപ്പോ എന്താണ് അതിന് കാരണം എന്താണ്? GNM ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആണ്, BSc ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ്. സോ ഫസ്റ്റ് വൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റും QP കോഡ്. ഓക്കെ, സോ QP കോഡ് മീൻസ് ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു 4 അക്ക ഡിജിറ്റ് ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണം, നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് അതൊന്ന് എഴുതേണ്ട ആവശ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ദെൻ കർണാടക ഏത് ബോർഡാണെന്നുണ്ട്, പിന്നെ എക്സാമിനേഷന്റെ ഏത് എക്സാമിനേഷൻ ആണ്, GNM തിയറി എക്സാമിനേഷൻ. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പേപ്പർ ഏത് പേപ്പറാണ്? പേപ്പർ 1 ബയോ സയൻസ്. ഈ ബയോ സയൻസിൽ ഏതൊക്കെ കാര്യമാണ്? അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, അത് ഇതിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് രജിസ്റ്റർ നമ്പർ നമ്മൾ ഇവിടെ എഴുതണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും രജിസ്റ്റർ നമ്പർ എഴുതാൻ നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളോട് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവും, അത് എഴുതുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് അല്ലെ, draw a neat labeled diagram wherever necessary. കണ്ടോ, draw a neat labeled diagram wherever necessary. So means ഈ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി അത് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഡയഗ്രാംസ് വരച്ച് അത് ലേബിൾ ചെയ്യുവാണെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഡയഗ്രാംസ് ഒക്കെ പെട്ടെന്ന് ഇൻവിജിലേറ്റേഴ്സിന് അത് കാണാനായിട്ട് പറ്റും. അപ്പൊ ടീച്ചേഴ്സ് അത് കാണാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാനും പറ്റും. എസ്പെഷ്യലി അനാട്ടമിയിലൊക്കെ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാവും. ഓക്കെ, സോ അതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പം പറയാം. നെക്സ്റ്റ് ഡ്യൂറേഷൻ 3 അവേഴ്സ്, മാക്സിമം മാർക്ക് 75, ടൈം 9 AM to 12. അതാണ് രാവിലെ ആയിരുന്നു ഈ എക്സാം നടന്നു. സോ രാവിലത്തെ ടൈമിംഗ് ഉണ്ട് 3 അവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ഗീവ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ്. സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. Okay, next write short note of any 4 of the following. Next type of question, answer the following. Next is write whether the following statement is true or false, and another one is write short note or any 4 of the following and answer the following. Okay, clear alle? ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനെ നോക്കാം.
ഫസ്റ്റ് ഗീവ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ്. ഗീവ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 4 ക്വസ്റ്റ്യൻസ് കിട്ടും. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈഗോട്ട്, second question sterilization, third one abduction, fourth one autoimmunity. Give the meaning of the following. ഇതിന്റെ മാർക്ക് 1 into 4 4 മീൻസ് ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ടോട്ടൽ ഈ 4 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയാൽ 4 മാർക്ക് കിട്ടും. സോ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് മീൻസ് എങ്ങനെയാണ്, 1 മാർക്കിന് വേണ്ട രീതിയിൽ മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി, എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. സോ എങ്ങനെയാണ് എഴുതുക? സൈഗോട്ട്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സോ ഇതിന്റെ ആൻസർ നമ്മൾ 1 സെന്റൻസിൽ എഴുതുക കേട്ടെ. സ്റ്റെറിലൈസേഷൻ ഒരു സെന്റൻസിൽ എഴുതുക. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ആൻസർ ആക്കി എഴുതുക അത് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഗീവ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈഗോട്ട്. സൈഗോട്ട് ഏതാന്നുള്ള ഡെഫിനിഷൻ, അതിന്റെ ആൻസർ ഏതാന്നുള്ള ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Zygote. A zygote is the first single cell formed after the union of sperm and ovum during fertilization. A zygote is the first single cell formed after the union of sperm and ovum during fertilization. Clear ആണോ? മനസ്സിലായോ? സോ ഇതിന് നമ്മളൊരു സൂപ്പർ ഷോർട്ട് ഡെഫിനേഷൻ തരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും ഓർമ്മിച്ചിരിക്കാനും വേണ്ടിയിട്ട് നഴ്സിംഗ് ഗ്രൂപ്പിന്റെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഒരു സൂപ്പർ ഷോർട്ട് ഡെഫിനേഷൻ തരും. ആ ഡെഫിനേഷൻസ് പഠിക്കുക, എക്സാമിന് എഴുതുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമ്മുടെ സൂപ്പർ ഷോർട്ട് ഡെഫിനേഷൻ ഇതാണ്. സൈഗോട്ട്, ദ ഫസ്റ്റ് സെൽ ഫോംഡ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഓഫ് sperm and ovum. ക്ലിയർ? ഒന്നുകൂടി പറയാം. സൈഗോട്ട് മീൻസ് ദ ഫസ്റ്റ് സെൽ ഫോംഡ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഓഫ് sperm and ovum. ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ നിങ്ങളും എന്നോടൊപ്പം തന്നെ ജോയിൻ ചെയ്ത് പഠിക്കണം. ഇത് നാളെ പഠിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എക്സാം വരുന്നതിന് മുൻപ് പഠിക്കാം, തലേ ദിവസം വായിക്കാം, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. ഇപ്പൊ തന്നെ പഠിക്കുക. സൈഗോട്ട് എന്താണ്? സൈഗോട്ട് പറയൂ, എന്താണ് സൈഗോട്ട്? സൈഗോട്ട് മീൻസ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സെൽ ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓഫ് sperm and ovum. ഇപ്പോഴത്തെ കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു കമന്റ് ഇടണേ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഗിവ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ്. സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് വന്നേക്കുന്നത്? അനാട്ടമി ആണോ, ഫിസിയോളജി ആണോ, മൈക്രോബയോളജി ആണോ? പറഞ്ഞോളൂ. കറക്റ്റ്, മൈക്രോബയോളജി. മൈക്രോബയോളജി എന്നാണ് ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ഇതുപോലെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് എക്സാമിന് എപ്പോഴും വരും, എസ്പെഷ്യലി കർണാടകയിലെ, കേരളത്തിലും വരെ എല്ലായിടത്തും വരും. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിനകത്ത് ഗീവ് ദ മീനിങ് അത് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ നമ്മുടെ നഴ്സിംഗ് സ്കൂളിൽ തരുന്ന പോലത്തെ ഓരോ സൂപ്പർ ഷോർട്ട് ഡെഫിനേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക. സോ ഈ സൂപ്പർ ഷോർട്ട് ഡെഫിനേഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ലേ? പറ്റും. സോ എന്ത് ചെയ്യുക? ആ ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക. സോ നമ്മളൊരു 5 വർഷത്തെ 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് കിട്ടി. സോ ഡെഫിനറ്റ്ലി അതിലൊരു 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത്. മനസ്സിലായോ? ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതുപോലത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ, ഞാൻ ഗ്യാരണ്ടി. സോ നെക്സ്റ്റ് ഈ സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ? ദ ഡെഫിനിഷൻ ഇതാണ്. ഒന്ന് കളർ മാറ്റാം അല്ലേ? സ്റ്റെറിലൈസേഷൻ. സോ സ്റ്റെറിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് destroying or removing all forms of microorganisms including bacteria, viruses, fungi and spore from an object surface or medium. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എവിടെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യും. ഒരു പച്ച മാറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറൊക്കെ കവർ ചെയ്ത് ലേബലൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ? സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അല്ലേ? CSST ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഓക്കെ, നിങ്ങൾക്കറിയാം. സോ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ
complete the process of destroying, ഈ വേർഡ് ഒന്ന് ശ്രദ്ധിച്ചോണേ, destroying or removing all forms of microorganism, all forms of microorganism including bacteria, viruses, fungi, spore and an object എവിടുന്നാണ് from an object, surface or a medium. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, നമ്മുടെ ഡെഫിനേഷൻ പറയട്ടെ. ഇനി നമ്മുടെ സൂപ്പർ ഷോർട്ട് ഡെഫിനേഷൻ അബൌട്ട് സ്റ്റെറിലൈസേഷൻ ഇതായിരിക്കുന്നു: ഡിസ്ട്രോയ്സ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് സ്പോർ. ഇതിനാണ് ഇവിടെ മാർക്ക് വരുന്നത്. ഇതിന് ഈ ഒരു കാര്യത്തിന്. കാരണം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സ്പോർ. കാരണം അത് പറയാനൊരു റീസൺ ഉണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 2 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ? ഇനി അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഡിഫൈൻ സ്റ്റെറിലൈസേഷൻ എന്ന് ചോദിക്കാം, അതുമല്ലെങ്കിൽ ഡിഫൈൻ ഡിസ്ഇൻഫെക്ഷൻ എന്ന് ചോദിക്കാം. സോ എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. പ്രോസസ് ഓഫ് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓർ റിമൂവൽ ഓഫ് ഓൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് സ്പോർ. This is the process of killing or inhibiting pathogenic microorganism but not necessarily the spore. സ്പോർ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ ഗ്രോ ചെയ്യുന്ന എന്താണ്? കറക്റ്റ്. ഓക്കെ, സോ നെസസറി സ്പോർ. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മൈക്രോ ഓർഗാനിസവും അതിന്റെ സ്പോറിനെയും ഡിസ്ട്രക്ട് ചെയ്ത് കളഞ്ഞു. അവിടെ ഒന്നുമില്ല, ഒരു പാത്തോജനും അവിടെ ഇല്ല. പക്ഷെ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യും അല്ലെ, ക്ലീൻ ചെയ്യും, ഫ്ലോർ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യും, എന്തെങ്കിലും യൂസ് ചെയ്ത് പല പല സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. സോ അതാണ് ഡിസ്ഇൻഫെക്ഷൻ. ഈ ഡിസ്ഇൻഫെക്ഷനകത്ത് ക്ലീൻ ആകും ഏരിയ, പക്ഷെ അപ്പോഴും സ്പോർ ഉണ്ടാവും. ഓക്കെ, സോ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ സ്റ്റെറിലൈസേഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Okay, so that is the basic difference between sterilization and disinfection. So this is very important. Don't forget to learn before going to your examination hall. So next question, give the meaning of the following. Next question ആണ് abduction. Abduction ഈ ഇമേജിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ. Abduction is the movement of the body part. ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എൻ്റെ കൂടെ തന്നെ നിങ്ങളും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങളും പഠിക്കാൻ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് കേട്ടോ. Abduction is the movement of the body part away from the midline of the body. ഏതാണ് midline of the body എന്ന് പറയുമ്പോൾ? The midline of the body in away from the midline of the body in the anatomical position. കിട്ടിയോ? അതായത് എന്താണ് abduction? Abduction is the movement of the body part away from the midline of the body in the anatomical position. ക്ലിയർ അല്ലേ? ഇതിന്റെ സൂപ്പർ ഷോർട്ട് ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ, ഒന്ന് നോക്കിക്കേ. മൂവ്മെന്റ് ഓഫ് ദ ലിംബ് ഓർ പാർട്ട് എവേ ഫ്രം ദ മിഡ് ലൈൻ ഓഫ് ദ ബോഡി. ഇത് ക്ലിയർ അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? കിട്ടിയോ? ഇതാണ് അബ്ഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് അഡക്ഷൻ? എന്താണ് അഡക്ഷൻ? അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ നമ്മൾ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ പറഞ്ഞ പോലെയാണ് അബ്ഡക്ഷനും അഡക്ഷനും. എന്തായിരിക്കും അഡക്ഷൻ? അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഹോംവർക്കാണ്, നിങ്ങൾ പഠിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് എടുത്ത് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഓട്ടോ ഇമ്മ്യൂണിറ്റി ഏത് ഏരിയയിൽ നിന്നാണ്, ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? കറക്റ്റ്, മൈക്രോ ബയോളജി. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്തായിരിക്കും? ഓട്ടോ ഇമ്മ്യൂണിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പഠിക്കുന്നുണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി പഠിക്കുന്നുണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പഠിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരിടത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഡിഫൈൻ തന്നെ ആയിരിക്കും, അത് ശ്രദ്ധിക്കാം. Autoimmunity is the condition in which the body's immune system mistakenly attack its own cells, tissues or organs considering them as a foreign. ഇതൊരു ഫോറിൻ ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മുടെ തന്നെ ശരീരത്തിലെ ഒരു സെല്ലിനെയോ ടിഷ്യൂനെയോ ഓർഗൻസിനെയോ ഒക്കെ എതിരായിട്ട് ഇത് ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ചെയ്യുന്ന ഒരു പ്രക്രിയ, ഒരു പ്രവർത്തനത്തിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടെ വായിക്കട്ടെ. ഓട്ടോ ഇമ്മ്യൂണിറ്റി ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച്
The body's immune system mistakenly attacks its own cell tissues or organs, considering them as foreign. Clear? Okay. So നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടല്ലേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ എത്ര ക്വസ്റ്റ്യൻസാ ചോദിച്ചേ? 1, 2, 3, 4 4 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സോ 4 ക്വസ്റ്റ്യൻ ഇത് ബയോസയൻസിന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിനകത്തും ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഫൈൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം നിങ്ങൾ ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡാഷ് ഈസ് ദ തേർഡ് ക്രേനിയൽ നെർവ്. സോ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുന്നത്. നമ്മളിവിടെ ആൻസർ എഴുതി. ഓക്കെ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഉണ്ടാവുന്ന ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ആൻസർ ഷീറ്റിലോട്ട് എടുത്തെഴുതണമെന്ന്. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, 5 എന്ന് എഴുതുക, ഏതാണോ ഇതിന്റെ ആൻസർ ആ ആൻസർ മാത്രം എഴുതുക. ഓക്കെ. അത് ഈ ഒരു എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാമിനും അങ്ങനെ എഴുതിയാൽ മതി. വെറുതെ നിങ്ങൾ ഇത് മൊത്തം ഒരു സെന്റൻസ് മൊത്തം എഴുതി അതിന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുത്ത് അങ്ങനെ എഴുതി നിങ്ങളുടെ സമയമൊന്നും കളയണ്ട. സെക്കൻഡ് വൺ, പ്രൊലാക്റ്റിൻ ഈസ് സെക്രീറ്റഡ് ബൈ ഡാഷ് ഗ്ലാൻഡ്. സോ ഇവിടെ ഏതാണോ ഗ്ലാൻഡ് ആ ഗ്ലാൻഡിന്റെ പേര് മാത്രം എഴുതുക. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് എത്ര മാർക്കാണ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യന്? 1 × 4. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ചെയ്താൽ നമുക്ക് 1 മാർക്ക് കിട്ടും. സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഏരിയയിൽ ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ആൻസേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇതിന്റെ ആൻസർ സോ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് dash is the third cranial nerve. So which is the third cranial nerve? Third cranial nerve in the name ആണ് oculomotor nerve is the third cranial nerve. So the cranial nerves സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് cranial nerves. Okay. So ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ഫസ്റ്റ് cranial nerve ഏതാണ്, സെക്കൻഡ് cranial nerve ആണ്, അല്ലെങ്കിൽ അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏതെങ്കിലുമൊക്കെ എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്തും ഈ ക്രേനിയൽ നെർവ്സിന്റെ പഠിക്കേണ്ട അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യേണ്ടതിന്റെ ഒരാവശ്യമുണ്ട്. സോ ഈ ക്രേനിയൽ നെർവ്സ് ടോട്ടൽ 12 ഉണ്ട്. 12 ക്രേനിയൽ നെർവ്സ്. 12 ക്രേനിയൽ നെർവ്സിന്റെ പേര് ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് വിഷമാണ്. കുറച്ച് വിഷമൊന്നുമല്ല, ഈസിയാണ്. സോ എന്നാലും നമ്മൾ ട്രിക്ക് യൂസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓരോന്നിനും ഓരോ ട്രിക്ക് യൂസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. എസ്പെഷ്യലി അനാട്ടമി, ബിക്കോസ് അനാട്ടമിയുടെ ടെർമിനോളജീസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ഇപ്പൊ നിങ്ങളെ ഒരു 1 ഇയർ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇത് ഈസി ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുക നെക്സ്റ്റ് ഇയറിൽ ഇതിലും ഡിഫിക്കൽട്ട് ആണ്, തേർഡ് ഇയറിൽ ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആണ്. സോ ഇത് ഏറ്റവും ഈസി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. സോ ഈ ക്രേനിയൽ നെർവ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈസി ആയിട്ടൊരു കാര്യം ഇപ്പൊ പറഞ്ഞുതരാം, മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് ഈ ഒരു സെന്റൻസ്. ഓക്കെ. സോ ഈ ഒരു സെന്റൻസ് ഓർത്ത് വെക്കുക. ടു ടച്ച് ആൻഡ് ഫീൽ വെരി ഗുഡ് വെൽവെറ്റ് ആർ ഹെവൻ. സോ ഇതൊരു ട്രിക്കാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ടു ടച്ച് ആൻഡ് ഫീൽ വെരി ഗുഡ് വെൽവെറ്റ് ആർ ഹെവൻ. സോ ഈ ഒരു സെന്റൻസ് ഓർമ്മിച്ചിരിക്കാൻ വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല. സോ ഈ ഒരു സെന്റൻസ് ഓർമ്മിച്ചിരിക്കുക. ഓ മീൻസ് ഫസ്റ്റ് ഓൾഫാക്ടറി, സെക്കൻഡ് വൺ ഒപ്റ്റിക്, തേർഡ് വൺ ഒക്യുലോമോട്ടോർ, 4 ട്രോക്ലിയർ. സോ ഇതാണ് നമ്മുടെ ക്രേനിയൽ നെർവ്സിന്റെ പേര്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടിട്ട്. സോ ഫസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണ്? ഓൾഫാക്ടറി ക്രേനിയൽ നെർവ്സ് നമ്മൾ ഈ ഫസ്റ്റ് ഓയിന്ന് റിമെമ്പർ ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് കാര്യം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഓൾഫാക്ടറി നെർവ് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു നെർവാണ്? ഓക്കെ. സോ ദാറ്റ് ഈസ് സ്മെൽ. സെൻസറി നെർവ് ആണ് കേട്ടോ. ഒപ്റ്റിക് വിഷൻ, ഒക്യുലോമോട്ടോർ ഐ മൂവ്മെന്റ്, ട്രോക്ലിയർ ഐ മൂവ്മെന്റ്, ദെൻ ട്രൈജെമിനൽ, അബ്ഡസൻസ്, ഫേഷ്യൽ, വെസ്റ്റിബുലോകോക്ലിയർ, ഗ്ലോസോഫാരിഞ്ചൽ, ഇങ്ങനെ 12 നെർവ്സ് ഉണ്ട്. സോ ഈ നെർവ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ ഒരു സൂപ്പർ ഷോർട്ട് ആയിട്ടുള്ള ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊലാക്റ്റിൻ ഈസ് സെക്രീറ്റഡ് ബൈ ഡാഷ് ഗ്ലാൻഡ്.
Which gland? Pituitary gland. Prolactin secrete ചെയ്യുന്ന gland ഏതാണ്? Pituitary gland. നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും. Prolactin pituitary. Pituitary glandന് തന്നെ ആന്റീരിയർ ലോബാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? മറക്കരുത്, ഇപ്പൊ തന്നെ ഓർത്തിരിക്കുക. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡാഷ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. നിങ്ങൾ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ ഫസ്റ്റ് ക്ലാസ്സിന് ടീച്ചേഴ്സ് വന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും, വിച്ച് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. അത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, 10th പഠിച്ചിട്ടുണ്ടാവും, ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ടാവും. ഇത് തന്നെ നഴ്സിംഗിൽ നിങ്ങൾക്ക് കിട്ടിയാൽ ഡെഫിനറ്റ്ലി 1 മാർക്ക് സ്കോർ ചെയ്തില്ലേ? എന്താ ഇതിന്റെ ആൻസർ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഓരോ ടൈം പീരീഡ് തരാം. ഒരു 10 സെക്കൻഡിൽ നിങ്ങൾ ഫൈൻഡ് ചെയ്യാം എന്താണ് ഇതിന്റെ ആൻസർ. എന്താ ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ ഏതാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ ഒരു സാധനമാണ് ഇതിന്റെ ആൻസർ. കണ്ടോ? എന്തായിരിക്കും? സെല്ല് അല്ലെ? സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? സെല്ല് വരയ്ക്കാൻ പഠിച്ചിരുന്നോ? സെല്ല് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവും. സോ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. സോ ഇതൊന്ന് റിമെമ്പർ ചെയ്ത് വയ്ക്കുക. Next question, that is the process of exchange of gases is called, ഈസി ആണ്, ആൻസർ ഈസ് റെസ്പിറേഷൻ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകഴിയുമ്പോഴത്തേക്കും ടെൻഷൻ ഒന്നും ആവണ്ട, വളരെ ഫ്രീ ആയിട്ട് വേണം ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ അത് ടെൻഷൻ അടിച്ച് നോക്കിയാൽ ഇതിന്റെ വരെ ആൻസർ നമ്മൾ ചിലപ്പം തെറ്റിക്കും. ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വലിയ സംഭവം അത് തെറ്റിദ്ധരിക്കും. അത്ര വലിയ സംഭവമല്ല. ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്, നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, ആ ഒരു പ്രോസസ്സിന് എന്ത് പേരാ പറയുന്നത്? റെസ്പിറേഷൻ. ഓക്കെ, ഒരു മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഒന്ന് എടുത്ത് നോക്കിക്കേ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതൊന്ന് നോക്കൂ. അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിന് മുമ്പായിട്ടൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. ഓക്കെ, സോ ഇവിടെ പറയുന്നതാണ്, സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ഉണ്ടായിരുന്നു, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു, ട്രൂ ഓർ ഫോൾസ് ഉണ്ടായിരുന്നു. സോ ഈ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, പക്ഷെ ലിറ്റിൽ ട്രിക്കിയാണ്. സോ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ആൻസേഴ്സ് അതിനകത്ത് എഴുതാം അല്ലെ? ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്ത് എഴുതാൻ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ചെറിയ മാർക്ക് കിട്ടും. പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കോർ കിട്ടുള്ളൂ. അതുകൊണ്ടായിട്ട് ഡീപ്പായിട്ട് നമ്മൾ റീഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് GNM സ്റ്റുഡൻസ്. ക്ലിയർ അല്ലേ? അതർവൈസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്ക്. അതർവൈസ് നഴ്സിംഗിന്റെ ആപ്പില് നമ്മൾ നോട്ട്സ് ക്ലിയർ ആയിട്ട് എക്സാം ഫോക്കസ്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ അത് കംപ്ലീറ്റ് ഒരു തവട്ടമെങ്കിലും റീഡ് ചെയ്യാതെ എക്സാമിന് പോവരുത്. ഓക്കെ, next, state whether the statement is true or false. Rods and cones are the photoreceptors of the eye. ഇപ്പൊ ട്രൂ ആണ് ഇതിന്റെ ആൻസർ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ ട്രൂ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ എങ്ങനെ എഴുതണം? ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഈ കംപ്ലീറ്റ് സെന്റൻസ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ട്രൂ ഓർ ഫോൾസ്. അല്ലെങ്കിൽ ചില ആൾക്കാരെ കാണാറുണ്ട്, എക്സാം ടൈമിൽ വാലുവേറ്റ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് കാണുന്നുണ്ട്, ടിക്കറ്റ് നോക്കും, ടിക്ക്. അത് എഴുതണ്ട. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് എന്നാണ്. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് എഴുതുക, ഫാൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത്, ഒരു മിസ്റ്റേക്സും വരുത്തരുത്, ഇതേപോലെ തന്നെ എഴുതുക. ഇതിനും ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാ കിട്ടുന്നത്? 1 മാർക്കാണ്. നമുക്ക് 4 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മേടിക്കാം. സോ നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് 4 + 4 + 4 എത്രയായി? 12. ടോട്ടൽ 12 മാർക്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ 1 വേർഡിൽ നിന്ന് കിട്ടും. 1 വേർഡ് വെച്ച് നമുക്കൊരു എസ്സേ ക്വസ്റ്റിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ആൻസേഴ്സും കൂടെ കണ്ടിട്ട് വരാം. ഇതിന്റെ ആൻസർ okay, so here answer under rods and cones are the photoreceptors of the eye. Answer is true. So you should write true, TRUE. Next, nucleus is the powerhouse of cell. Is right or not?
It is false. Which is the powerhouse of the cell? Mitochondria is the powerhouse of the cell. Clear? ഇതിൽ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസ് കൺട്രോൾസ് സെൽ ആക്ടിവിറ്റീസ്. Clear അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dermis is the superficial layer of the skin. Right or not? It is wrong answer statement. Epidermis is the superficial layer. Okay, dermis is the deeper layer. Okay, epidermis is the superficial and dermis is the deeper layer. Next question, nephron is the functional unit of the kidney. Nephron ആണോ ന്യൂറോൺ ആണോ functional unit of the kidney? ഏതാണ്? യെസ്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഇത് നെഫ്രോൺ ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി, പക്ഷെ ന്യൂറോൺ അല്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്? ഇറ്റ് ഈസ് ഫാൾസ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അത് ഷോർട്ട് ആൻസർ ആണ് കേട്ടോ, ഷോർട്ട് ആൻസർ. സോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ട് ആൻസർ, short answer കണ്ടില്ലേ? സോ ഹിയർ റൈറ്റ് ഷോർട്ട് നോട്ട് ഓർ എനി ഫോർ ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ 5 ക്വസ്റ്റ്യൻസ് ടോട്ടലി കിട്ടും. ഈ 5 ക്വസ്റ്റ്യനിൽ നിന്ന് അറിയാവുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ, ഇതില് 5 നമ്മൾ എഴുതി വെക്കരുത്. ഇതിൽ എനി 4 ഓഫ് ദ ഫോളോയിങ് മാത്രം എഴുതിയാൽ മതി. ഇനി അതിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 into 4 ടോട്ടൽ 16. 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 4 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെക്കുക. ആദ്യം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണോ നിങ്ങൾക്ക് അറിയാവുന്ന, ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്ന 4 ക്വസ്റ്റ്യൻ അത് സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ അതിലേക്ക് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ദാറ്റ് ഈസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് മൈക്രോബയോളജിയിലെ ഒരു സെക്ഷൻ ആണ്. സോ ഇതിനകത്ത് നമ്മൾ 4 മാർക്കിന് വേണ്ടി എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് ഞാനത് പറഞ്ഞു തരാം. ജസ്റ്റ് എല്ലാ ആൻസേഴ്സും എസ്എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു ഡെഫിനിഷൻ എഴുതാം. ഡെഫിനിഷൻ എഴുതി വെച്ചിട്ട് ഡെഫിനിഷൻ എഴുതണമെന്നൊന്നുമില്ല. പക്ക കറക്റ്റ് ഡെഫിനിഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണോ അത്, വാട്ട് ഈസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഓർ വാട്ട് യു മീൻ ബൈ നോസോകോമിയൽ ഇൻഫെക്ഷൻ, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഒരു 1 സെന്റൻസിലോ 2 സെന്റൻസിലോ നിങ്ങൾക്ക് എഴുതാം. ദെൻ ഇതിന്റെ അഡീഷണൽ ആയിട്ട് വരുന്ന, ലൈക്ക് ഇപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് കുറെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള റീസൺസ്, അതിന്റെ പ്രിക്കോഷൻസ്, ഇതിനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, കാറ്റഗറൈസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? അതൊരു പാരഗ്രാഫ് അല്ല, പകരം ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ചില പോയിന്റ്സ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം. എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം. ഇനി അതർവൈസ് ഇപ്പൊ ഇൻഫെക്ഷനെ കുറിച്ച് എഴുതുന്നെങ്കിൽ ഇതിന്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ നമുക്കൊരു ഡയഗ്രാം ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ഡയഗ്രാം അതിനകത്ത് വരയ്ക്കാം. സോ നോസോകോമിയൽ ഇൻഫെക്ഷനിലെ ഇൻഫെക്ഷന്റെ കേസിൽ ഓക്കെ, സോ ഈ ഡയഗ്രാംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, സ്ട്രക്ചർ ഓഫ് കിഡ്നി ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ കിഡ്നി ഡെഫിനറ്റ്ലി വരയ്ക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യം തന്നെ എന്താ ഉണ്ടായിരുന്നത്? ഡയഗ്രാം എവിടെയാണോ നെസസറി ആയിട്ടുള്ളത്, wherever the diagram is necessary, you should draw the diagram along with the labeling. ഓക്കെ, ലേബലിംഗും ചെയ്യണം, അതും മറക്കരുത്. സോ ഇതെല്ലാം കൂടെ വരച്ച് അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പേജ് കിട്ടും. സോ ഒരു പേജിൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 4ൽ ഒരു 3 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. സോ ക്ലിയർ ആയല്ലോ? കംപ്ലീറ്റ് വാരി വലിച്ച് എഴുതുന്നതിന് പകരം പോയിന്റ്സ് ആയിട്ട് എഴുതുക, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ മെയിൻ എസ്എ ക്വസ്റ്റ്യൻസ് ഇവിടെ കണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം.
ആൻസർ ദ ഫോളോയിങ്. ഇതിന് 8 മാർക്ക് ഉണ്ട് കേട്ടോ. 8 മാർക്ക് ക്വസ്റ്റ്യൻസിനെയാണ് GNM-ൽ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ, ലോങ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ലോങ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം കേട്ടോ. 8 മാർക്ക് ഉണ്ട്. 8 മാർക്കില് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 + 5 = 8. സോ 3 for 1 ക്വസ്റ്റ്യൻ ഏതാണ്? ഈ 27, 28, 27, 28 ക്വസ്റ്റ്യൻസ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലിസ്റ്റ് ദ ഓർഗൻസ് ഓഫ് സ്പെഷ്യൽ സെൻസ്. 28 explain the physiology of vision. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടും, 3 മാർക്ക്. അതർവൈസ് ഇത് അറിയത്തൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടോ 3 + 5 ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് ടിഷ്യൂ. ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 3 മാർക്ക് കിട്ടുക. ഈ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നതിന് സമയത്ത് ലിസ്റ്റ് ചെയ്യുമല്ലാതെ നമുക്ക് എന്തൊക്കെ അറിയാം, കുറേ കാര്യങ്ങൾ വരച്ചു വാരി എഴുതിയെന്ന് വിചാരിച്ച് നമുക്ക് മാർക്ക് കിട്ടില്ല. ആ റീസൺ കൊണ്ടായിരിക്കും ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോകാനുള്ള സാധ്യത. ഓക്കെ, ഏതാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് സ്പെസിഫൈ ചെയ്ത് ആൻസർ എഴുതുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. ഒത്തിരി വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ 2 പേജ് എഴുതി, 3 പേജ് എഴുതി, പക്ഷെ എനിക്ക് മാർക്ക് കിട്ടിയില്ല. എന്താണ് മാർക്ക് കിട്ടാതെ? ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവായിരിക്കില്ല. അതുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1, 2, 3 ഇട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ മാർക്ക് ഇട്ട് ലിസ്റ്റ് ചെയ്യാം. കാരണം 1, 2, 3 ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, അതൊരു ഡൗട്ട് വരും. അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അങ്ങനെ ലിസ്റ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഫിസിയോളജി. ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിന് 5 മാർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എക്സ്പ്ലനേഷൻസ് ആണ്. ഈ എക്സ്പ്ലനേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് പാരഗ്രാഫ് ആയിട്ടും എഴുതാം. ഈ പാരഗ്രാഫിന്റെ ഇടയ്ക്ക് ചില പോയിന്റ്സ് ആഡ് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിലാണ് അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ആൻസേഴ്സ് ടീച്ചേഴ്സിലോട്ട്, ഇത് വാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്കോർ നേടാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്താണെന്നൊക്കെ എഴുതി അതിനുശേഷം ഇതിന്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നമുക്ക് 1 by 1 ലിസ്റ്റ് ചെയ്ത് ആൻസേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, ലിസ്റ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് റിഗാർഡിങ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? അതർവൈസ് ചില സ്റ്റുഡൻസിൽ കാണാറുള്ള ഒരു ഇഷ്യൂ ആണ്, എക്സാം ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഞാൻ ജയിക്കുമോ, എനിക്ക് എഴുതാൻ പറ്റുമോ, എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് കാണാറുണ്ട്. സോ എന്തെങ്കിലും പേഴ്സണൽ അസിസ്റ്റന്റ് ഓർ മെന്റർഷിപ്പിന് ഡെഫിനറ്റ്ലി കോൺടാക്ട് ടു നഴ്സിംഗ് ഗുരു. സോ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നഴ്സിംഗ് ഗുരുവിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. സിലബസ് യൂണിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നഴ്സിംഗ് ഗുരുവിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. മലയാളം ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഈ മലയാളം ക്ലാസ്സസും നിങ്ങൾ കേട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോട്ട്സ് ആയിരുന്നു കൊടുത്തത്. പിന്നെ ആസ് പെർ ദ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ആണ് നമ്മളിപ്പോൾ വീഡിയോ ക്ലാസ്സസ് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സോ യൂട്ടിലൈസ് ദ ഓപ്പർച്യൂണിറ്റീസ്. ഡെഫിനറ്റ്ലി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എക്സ്പ്ലനേഷൻ, ഇതൊരു എക്സാമ്പിൾ ആണ്, ഒരു ആൻസർ എഴുതുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ സ്ട്രക്ചർ ഓഫ് ദ ന്യൂറോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഒരു കുട്ടി ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻസറിനകത്ത് സ്ട്രക്ചർ ഓഫ് ദി ന്യൂറോൺ വരച്ച് ലേബൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കാണുക. ആസ് ആൻ എക്സാമ്പിൾ നിങ്ങളൊരു എക്സാമിനർ ആണെന്ന് വിചാരിക്കുക. വാലുവേറ്റ് ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ അടുത്താണ് ഈ ഒരു ആൻസർ കിട്ടുന്നത്. സെയിം തന്നെ ഇങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, സോ ഇതിൽ ഏതിനാണ് നിങ്ങൾ കൂടുതൽ മാർക്ക് കൊടുക്കുക? സെക്കൻഡ് വൺ ആയിരിക്കും അല്ലെ? ബിക്കോസ് ഇത് പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കൺജഷൻ ഒന്നുമില്ല, റീഡ് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ഷോർട്ട് എസ്സേസ് അതുപോലെ എസ്സേസ് ഓർഗനൈസ് ചെയ്ത് എഴുതാൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇനി വരുന്ന നിങ്ങളുടെ എക്സാം. സോ നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇനി വരുന്ന എക്സാംസിനെ ഇതുപോലെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ട്രിക്ക് യൂസ് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യുക. എല്ലാം ആരി വലിച്ച് എഴുതരുത്. പഠിച്ച സിലബസിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ച് അത് മുഴുവൻ കുടഞ്ഞിടരുത്. എക്സാം പേപ്പറിൽ എന്തെല്ലാം വേണോ അത് പിക്ക് ചെയ്യുക, ആൻസർ അതിനകത്ത് എഴുതി വെക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഈ വട്ടം സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹോളിൽ യൂസ് ചെയ്യും അല്ലെ? സോ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഹെൽപ്പ്, അഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ടിപ്സ് ഒക്കെ വേണമെങ്കിൽ ഫോളോ നഴ്സിംഗ് ഗുരു ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക.
അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്തുള്ള വീഡിയോസ് ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസ് ക്ലാസ്സസ് അതുപോലെ നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽസിലൂടെ ഒക്കെ പോവുക, അത് പഠിക്കുക. ഡെഫിനറ്റ്ലി നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട്. താങ്ക് യു.